കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം. മള്ളശ്ശേരി സെന്റ് തോമസ് പള്ളിയിലാണ് വിശ്വാസികളുടെ പ്രതിഷേധം. ഷൈനിയുടെ മക്കളുടെയും മരണത്തിൽ പ്രധാന പ്രതി ക്രൈസ്തവ സഭ തന്നെയെന്ന് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ മിലിത്യോസ് മെത്രാപ്പോലീത്ത ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഷൈനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നു. ഭർത്താവ് നോബി സഹായിച്ചില്ലെന്ന് കുടുംബശ്രീ അംഗത്തോട് ഷൈനി പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ പ്രേക്ഷകർ കാണുന്നത് ആ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ വിശ്വാസികൾ അവിടെ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ഞായറാഴ്ച. ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലേക്ക്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പോഴത്തേ അവര് പിന്നെ പറയുകയല്ലേ നിന്റെ ആവശ്യത്തിന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. അവന് തന്നെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും. അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ കൊടുത്തതല്ലേ. പുള്ളി ഇങ്ങ് വരുന്നുമില്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്തു. പുള്ളി ഇപ്പൊ വരുന്നുമില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം അതിനാ കേസ് കൊടുത്തിരുന്നത്. കേസ് കൊടുത്തിപ്പം പോലീസുകാരും വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പുള്ളി വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ടോബി ജോൺസൺ വിരമിച്ചിരുന്നു. ടോബി, പ്രധാന പ്രതി സഭ തന്നെയാണ് എന്ന ഭദ്രാസനാധിപന്റെ വിമർശനത്തിന്റെ കാരണം എന്താണ്? ഇതെന്തായാലും ഒരു വലിയ വൈകാരിക പ്രശ്നം കൂടി ആകുന്നുണ്ടല്ലേ ഷൈനിയുടെ മക്കളുടെ ആത്മഹത്യ. ടോബി, ഹഷ്മി, തീർച്ചയായിട്ടും ഒരു വൈകാരിക വിഷയമായി തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഭാ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മള്ളുശ്ശേരി പള്ളിയിലെ പ്രതിഷേധം നമ്മൾ രാവിലെ കണ്ടതാണ്. 8 മണിക്ക് തന്നെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിശ്വാസികളെല്ലാം കൂടി ഒത്തുചേർന്ന് അവരുടെ ഒരു പ്രതിഷേധം, സഭാ നേതൃത്വം ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടില്ല എന്നുള്ളൊരു വിമർശനം അവർ മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ചും ഷൈനി ഒരു നേഴ്സായിരുന്നു. സഭയുടെ കീഴിൽ നിരവധി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജോലി നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് ഷൈനി പോകില്ലായിരുന്നു എന്നാണ് വിശ്വാസികളെല്ലാം പറയുന്നത്. ഈ കുടുംബത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ കൂടി സഭാ നേതൃത്വം ഇടപെടേണ്ട ഒരു ആവശ്യമുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നോബിയുടെ സഹോദരൻ ഒരു വൈദികനാണ്. അദ്ദേഹം പോലും ഈ ഒരു വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയില്ല. ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ സഭാ നേതൃത്വം തയ്യാറായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഒരു വിഭാഗം വിശ്വാസികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധത്തിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇന്ന് മള്ളുശ്ശേരി പള്ളിയിൽ ഈ പ്രതിഷേധം അരങ്ങേറിയത്. വരും ദിവസങ്ങളിൽ മറ്റ് പള്ളികളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭാ നേതൃത്വത്തിനെതിരെ ഉണ്ടാകുമെന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സഭ ഒരു വൈദികൻ കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇന്ന് പുറത്തു വന്നത് ഓഡിയോ സന്ദേശമാണ്. അതായത് സൈനിക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, അതിലും മാനസിക സമ്മർദ്ദം അവർ അനുഭവിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശമാണ്. കരിങ്കുന്നത്തുള്ള കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രസിഡന്റുമായി നടത്തുന്ന സംഭാഷണമായിരുന്നു. അവിടെ നിന്ന് ഏകദേശം ലോൺ എടുത്തിരുന്നു ഇവരെല്ലാം കൂടി ചേർന്നപ്പം ഷൈനി എടുത്ത ആ ലോണിന്റെ തുക നൽകണമെന്ന് തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് അവർ ഷൈനിയെ ബന്ധപ്പെടുന്നത്. എന്നാൽ ഈ ലോൺ എടുക്കാൻ നിർബന്ധിച്ചത് ഭർത്താവാണെന്നും ഭർത്താവ് വിദേശത്തേക്ക് പോയതോടുകൂടി തനിക്കത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം വന്നു കഴിയുമ്പോൾ അത് അടയ്ക്കുമെന്ന് ഷൈനി പറയുന്ന ഓഡിയോ സന്ദേശമാണ് വന്നിരിക്കുന്നത്. കേസ് നിലനിൽക്കുന്നതിനാൽ നിലവിൽ അദ്ദേഹം സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തീരുമാനമായാൽ ആ പണം വാങ്ങി നൽകാമെന്ന് അഭിഭാഷകൻ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഷൈനി പറയുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഷൈനി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെന്ന് തന്നെയാണ് ഈ കഥകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.